എന്തായാലും ഈ ജില്ലകളിലൊക്കെ സജീവമായി ഇടപെടുകയും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സജീവമായുള്ള നമ്മുടെ റിപ്പോർട്ടർമാരിലേക്കാണ് ഇനി പോകുന്നത്. കാരണം എങ്ങനെയൊക്കെയാണ് ജില്ലകളിലെ അടിയൊഴുക്കുകൾ, മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ, കാരണം ഇനി കണക്കിന്റെ കളികളാണ് വരാനിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിപ്പോർട്ടർമാരിലേക്ക് നമ്മൾ തത്സമയം പോവുകയാണ്. അവിടെ നിന്നുള്ള വിവരങ്ങൾ കൂടി എടുക്കേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ ഐസക്, കൊച്ചിയിൽ നിന്ന് MK ഷുക്കൂർ, കോഴിക്കോട് നിന്ന് മുഹമ്മദ് അസ്ലം എന്നിവരാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ആദ്യം നമുക്ക് തിരുവനന്തപുരത്തേക്ക് തന്നെ പോകാം. സുനിൽ ഐസക്കിലേക്കാണ്. സുനിൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു 87-ന് ശേഷമുള്ള ഒരു വലിയ പോളിംഗ് ശതമാനം കണ്ട ഒരു ഒരു വോട്ടെടുപ്പ് ദിനം കൂടി കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി കണക്കിന്റെ കളികളിലാണ് മുന്നണികൾ കണ്ണുവച്ചിരിക്കുന്നത്. കാരണം കണക്ക് കൂട്ടിയും കിഴിച്ചും ആർക്കിത് അനുകൂലമാകും, ഒരു തരംഗമുണ്ടോ, ഭരണവിരുദ്ധ വികാരമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി പറഞ്ഞിരിക്കാൻ നമുക്ക് ഇനിയും ഒരുപാട് ദിവസങ്ങളുണ്ട്. മെയ് 4 വരെ ഈ അവകാശവാദങ്ങളും കണക്കുകൂട്ടലും ഒക്കെ തുടരാം. എന്നാലും പ്രാഥമികമായി വോട്ടെടുപ്പിന്റെ പിറ്റേ ദിവസം എന്തൊക്കെ അവകാശവാദങ്ങൾ മുന്നണികൾ ഉയർത്തുന്നു, ഒപ്പം തന്നെ ഈ മണ്ഡലങ്ങളിലെ കണക്കുകളും സമവാക്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ ഏത് മുന്നണികൾക്ക് മുൻതൂക്കമുണ്ട് നിലവിൽ എന്ന് പറയാനാകുന്ന സ്ഥിതിയുണ്ടോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2.8 കോടി ജനങ്ങൾ വോട്ട് ചെയ്തു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവസാനത്തെ കണക്ക്. ഈ തെരഞ്ഞെടുപ്പിലാവട്ടെ അത് 2.13 കോടിക്ക് മുകളിലേക്ക് പോകും എന്നാണ് പ്രാഥമികമായ ഒരു നിഗമനം. അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ ഏതാണ്ട് 5 ലക്ഷത്തിലധികം ആളുകൾ ഇത്തവണ കൂടുതലായി വോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്ന് പുതിയ വോട്ടർമാരാണ്. ഏതാണ്ട് 3.5 ലക്ഷം 4 ലക്ഷത്തോളം പുതിയ വോട്ടർമാർ ഇത്തവണ ഉണ്ടായിരുന്നു. അതിനൊപ്പം കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു 1.5 ലക്ഷത്തോളം വോട്ടർമാരെങ്കിലും ഇത്തവണ കൂടുതലായി വോട്ട് ചെയ്തു എന്നാണ് ഒരു പ്രാഥമികമായ ഒരു നിഗമനം. ഈ 1.5 ലക്ഷം വോട്ടർമാർക്കായിരിക്കും ഒരുപക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി ആർക്ക് അനുകൂലമാണ് എന്ന് നിശ്ചയിക്കുന്ന വോട്ടായിരിക്കും ഈ 1.5 ലക്ഷം വോട്ടുകൾ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വോട്ട് ശതമാനത്തിൽ വർധനമുണ്ടാകാൻ പല കാരണങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട്. അതിലൊന്ന് SIR ആണ്. പക്ഷേ SIR മാത്രമല്ല ഈ വോട്ടിംഗ് പെർസെൻറ്റേജിൽ വലിയ മാറ്റമുണ്ടാക്കാനുള്ള കാരണങ്ങളിലൊന്ന് എന്നാണ് പൊതുവെ മുന്നണികളും നേതാക്കളും ഒക്കെ വിലയിരുത്തുന്നത്. ഇനി സ്വാഭാവികമായും ഈ വോട്ട് ശതമാനത്തിലുണ്ടായ വർധനവ് ആരെ തുണയ്ക്കും എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. രണ്ട് മുന്നണികളും അവരുടെ അവകാശവാദങ്ങളുമായി രംഗത്തേക്ക് എത്തുമ്പോഴും പക്ഷേ ഈ വോട്ടിംഗ് ശതമാനത്തിലെ വർധനവ് UDFന് ഗുണം ചെയ്യും എന്ന വലിയ ആത്മവിശ്വാസം അവരുടെ നേതാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് ഇന്നലെ മുതൽ തന്നെ അവരുടെ വാക്കുകളിൽ അത് കൃത്യവും വ്യക്തവുമാണ്. അതായത് വോട്ടിംഗ് പെർസെൻറ്റേജിൽ വർധനമുണ്ടാകാനുള്ള കാരണങ്ങളിലൊന്ന് അവർ പറയുന്നത് വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരമാണ്. ഈ ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായും ഉയരുമ്പോൾ അത് പോളിംഗ് ബൂത്തിലേക്ക് നല്ല രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾ ഭരണത്തിനെതിരെ വിധി എഴുതുന്നതിനായി പോളിംഗ് ബൂത്തിലേക്ക് വലിയ തോതിൽ എത്തിയിട്ടുണ്ട് എന്ന ആത്മവിശ്വാസമാണ് അവർ പറയുന്നത്. ഒപ്പം ഈ ന്യൂനപക്ഷ വോട്ടുകളിലുണ്ടായ ഏകീകരണവും UDFന് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത്. അതായത് കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളിലെ ഒരു വിഭാഗവുമൊക്കെ UDFൽ നിന്ന് അകന്നു മാറിയിരുന്നു. ഇത്തവണ പക്ഷേ അതുണ്ടായിട്ടില്ല. ക്രിസ്ത്യൻ വോട്ടുകളും മുസ്ലിം വോട്ടുകളുടെയും ഒരു കൺസോൾട്ടേഷൻ UDFന് അനുകൂലമായി ഉണ്ടായി എന്ന ആത്മവിശ്വാസമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല ആദ്യഘട്ടം മുതൽ തന്നെ ഉയർത്തിയിട്ടുള്ള ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തതാണ് UDFന്. അത്തരം വിഷയങ്ങൾ ഭൂരിപക്ഷ വോട്ടുകളിലും വിള്ളലുണ്ടാക്കാൻ അല്ലെങ്കിൽ LDFന് പരമ്പരാഗതമായി കിട്ടുന്ന ഭൂരിപക്ഷ വോട്ടുകളിലും വിള്ളലുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസം കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഒരു കണക്കുകൂട്ടൽ അനുസരിച്ച് ഏതാണ്ട് പാലക്കാട് വരെ മലബാർ മേഖലയാണ് അവർ പ്രധാനമായും പങ്കുവയ്ക്കുന്നത്. പാലക്കാട് വരെ ഏതാണ്ട് ഒരു 35ഓളം സീറ്റുകൾ UDFന് കോൺഗ്രസിന് ലഭിക്കും. ഒപ്പം മധ്യ കേരളത്തിൽ വലിയ തരംഗമുണ്ടാക്കാൻ സാധിക്കും. കഴിഞ്ഞ തവണ അമ്പയെ ഇല്ലാതായി പോയ തെക്കൻ കേരളത്തിൽ അവിടെ തിരിച്ചു വരാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഒരു 85 സീറ്റിന് മുകളിൽ നേടി UDF ഇത്തവണ അധികാരത്തിൽ വരാൻ കഴിയുമെന്ന തികഞ്ഞ ആത്മവിശ്വാസം നേതൃത്വം പുലർത്തുന്നുണ്ട്. പക്ഷേ എതിർപ്പാളയത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ CPMനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ നേടിയ 67 സീറ്റൊന്നും ഇത്തവണ നേടില്ല എന്ന് അവരുടെ നേതൃത്വവുമായി സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും ഒരു 35 സീറ്റെങ്കിലും വാങ്ങാൻ കഴിഞ്ഞാൽ ബാക്കി ഭൂരിപക്ഷം ഉറപ്പിക്കാനുള്ള സീറ്റുകൾ ഘടകകക്ഷികൾ കൂടി വാങ്ങിയാൽ 70 എന്ന സംഖ്യ കടക്കാൻ കഴിയും. തുടർഭരണം ഉറപ്പിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF ഉള്ളത്. അതിന് 10 വർഷത്തെ ഭരണ നേട്ടങ്ങളൊക്കെ തുണയാകുമെന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ തെക്കൻ കേരളമാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി LDFനെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് പോരുന്ന 3 ജില്ലകൾ. ഇപ്പോൾ കൊല്ലം, പത്തനംതിട്ട, ഒപ്പം തിരുവനന്തപുരം. തിരുവനന്തപുരത്തൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം കഴിഞ്ഞ തവണയൊക്കെ 14-ൽ ഒരൊറ്റ സീറ്റ് മാത്രമാണ്, കോവളം മാത്രമാണ്
UDF-നൊപ്പം നിന്നത്. ബാക്കി 13 സീറ്റുകളും LDF-നെ തുണയ്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇത്തവണ തിരുവനന്തപുരം മുതൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന ഒരു ആത്മവിശ്വാസം UDF ക്യാമ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. അതിൽ തിരുവനന്തപുരത്ത് നിന്ന് മാത്രമെങ്കിലും ഒരു 5 സീറ്റെങ്കിലും നേടാൻ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റ് സംസ്ഥാന വ്യാപകമായി ഉണ്ടാകും എന്നാണ് UDF കേന്ദ്രങ്ങൾ കണക്ക് കൂട്ടുന്നത്. ആ 5 സീറ്റുകൾ അല്ലെങ്കിൽ 5-ൽ കൂടുതൽ സീറ്റുകൾ നേടാനുണ്ടാകുന്ന സാഹചര്യം അവർ കൃത്യമായി പറയുന്നുണ്ട്. ഒടുവിൽ ഈ CSI സഭയുടെ ഒരു CSI സഭ നൽകിയ ഒരു പിന്തുണ കൂടിയാകുമ്പോൾ സ്വാഭാവികമായി അത് നേടിയെടുക്കാൻ കഴിയും. ഒരു 5-ഓ 6-ഓ മണ്ഡലങ്ങളിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പരമ്പരാഗതമായി LDF-നൊപ്പം നിന്നിരുന്ന CSI സഭ ഇത്തവണ UDF-നെ പ്രൊട്ടക്ട് ചെയ്യുന്നു ഒന്നാണ്. മറ്റൊന്ന് നാടാർ വോട്ടുകൾ ഇത്തവണ ഏതാണ്ട് UDF-നൊപ്പം തന്നെ പൂർണ്ണമായി നിൽക്കും എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. അത്തരത്തിൽ പല കാരണങ്ങൾ UDF-ന് അധികാരത്തിലെത്താൻ സാധ്യതയുണ്ട് എന്നതിലേക്ക് അതിന് അവരുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന പല തരത്തിലുള്ള കാരണങ്ങളുണ്ട്. എന്തായാലും LDF-ഉം വലിയ കോൺഫിഡൻസിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ഭൂരിപക്ഷമൊന്നും കിട്ടിയില്ലെങ്കിലും കഴിഞ്ഞ തവണത്തെ പോലെ വലിയ മാർജിനിലേക്കൊന്നും പോയില്ലെങ്കിലും ഇത്തവണ അധികാരം നിലനിർത്താൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം അവരും പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇനി കണക്കുകൂട്ടലുകളുടെയും കൂട്ടിക്കിഴക്കലിൻ്റെയൊക്കെ സമയമാണ്. എല്ലാ പാർട്ടികൾക്കും അവർക്ക് ബൂത്ത് തലത്തിൽ മുതൽ അവരുടെ വിശദമായ വോട്ട് കണക്കുകളൊക്കെ വരാനുണ്ട്. അതുകൂടി ലഭ്യമായതിനു ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ നിലപാട് പാർട്ടികൾ പറയുക.